ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് LCD പ്രൊജക്ടറിൻ്റെ വർക്കിംഗ് ആണ്. നമുക്ക് LCD പ്രൊജക്ടറും LED പ്രൊജക്ടറും പഠിക്കാനുണ്ട്. അതിൽ LCD പ്രൊജക്ടറാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ LCD പ്രൊജക്ടറിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. LCD പ്രൊജക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു LCD ഡിസ്പ്ലേക്കകത്ത് തൗസൻഡ്സ് ഓഫ് പിക്സൽസ് ഉണ്ട്. ഒരു LCD ഡിസ്പ്ലേക്കകത്ത് തൗസൻഡ്സ് ഓഫ് പിക്സൽസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രൊജക്ടറിന് വേണ്ടി ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ബീം ഓഫ് ലൈറ്റ് ഒരു LCD ഡിസ്പ്ലേയിലൂടെ കടന്നു പോകും. LCD ഡിസ്പ്ലേയിലൂടെ കടന്നു പോകും എന്ന് പറയുമ്പം ഒരു LCD ഡിസ്പ്ലേ അല്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ 3 LCD ഡിസ്പ്ലേ ആണ്. എന്തിനാ ഈ 3 LCD ഡിസ്പ്ലേ? നമ്മുടെ ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ 3 ഹ്യൂസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ബീം ഓഫ് ലൈറ്റിനെ 3 ലൈറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ട് 3 LCD ഡിസ്പ്ലേ കൂടെ കടന്നു പോവും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു പ്രിസം വെച്ച് അതിനെ ഒരൊറ്റ ഇമേജായിട്ട് റീകമ്പൈൻ ചെയ്യുക ചെയ്യുന്നത്. നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ഈ വർക്കിംഗ് മനസ്സിലാവാൻ വേണ്ടി ഈ ഫിഗർ നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സ് ഒരു പവർഫുൾ ലൈറ്റ് സോഴ്സാണ്. ഹൈ ഇൻറ്റൻസിറ്റി വൈറ്റ് ലൈറ്റാണിത് എമിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ലൈറ്റ് സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ലൈറ്റ് സോഴ്സ് ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ വരുന്ന വൈറ്റ് ലൈറ്റ് നമ്മൾ ഡൈക്രോയിക് മിററിലേക്കാണ് കൊണ്ട് തട്ടുന്നത്. അപ്പോൾ ഈ ഡൈക്രോയിക് മിറർ എന്താ? ഡൈക്രോയിക് മിററിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഫിലിം വെച്ച് ഡൈക്രോയിക് മിറർ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ കോട്ട് ചെയ്യുന്നത്? ഡൈക്രോയിക് മിറർ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് വേവ് ലെങ്ത് മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയുള്ളതിനെ അത് പാസ് ചെയ്ത് വിടും. സോ നമ്മുടെ ആദ്യത്തെ ഡൈക്രോയിക് മിറർ എന്ന് പറഞ്ഞാൽ അത് റെഡിൻ്റെ വേവ് ലെങ്ത് വരുന്നതിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയുള്ളതിനെ അതിനകത്തൂടെ പാസ് ചെയ്ത് വിടും. സോ നമ്മുടെ വൈറ്റ് ലൈറ്റിനകത്ത് റെഡിനെ മാത്രം ആദ്യത്തെ ഡൈക്രോയിക് മിറർ റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി ബ്ലൂ ആൻഡ് ഗ്രീൻ പാർട്ട് ആ ഡൈക്രോയിക് മിററിനകത്തൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന ലൈറ്റ് രണ്ടാമത്തെ ഡൈക്രോയിക് മിററിൽ ചെന്ന് തട്ടും. രണ്ടാമത്തെ ഡൈക്രോയിക് മിറർ എന്താ ചെയ്യുന്നത്? ഗ്രീൻ പാർട്ട് മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, റിമൈനിങ് ആയിട്ടുള്ള ബ്ലൂ പാർട്ടിനെ അതിനകത്തൂടെ പാസ് ചെയ്ത് വിടുകയും ചെയ്യും. അപ്പം 2 ഡൈക്രോയിക് മിററിലൂടെ കടന്നു പോയപ്പം ആദ്യത്തെ ഡൈക്രോയിക് മിറർ റെഡ് പാർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്തു, രണ്ടാമത്തെ ഡൈക്രോയിക് മിറർ ഗ്രീൻ പാർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തേത് റെഗുലർ മിററിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമുക്ക് ബ്ലൂ പാർട്ട് അവിടെ കിട്ടും. അങ്ങനെ നമ്മൾ നമ്മുടെ വൈറ്റ് ലൈറ്റിനെ 2 ഡൈക്രോയിക് മിററും ഒരു റെഗുലർ മിററും വെച്ച് 3 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? റെഡ് ആദ്യത്തെ ഡൈക്രോയിക് മിററിൽ റിഫ്ലക്റ്റ് ചെയ്തു, ഗ്രീൻ രണ്ടാമത്തെ ഡൈക്രോയിക് മിററിൽ റിഫ്ലക്റ്റ് ചെയ്തു, മൂന്നാമത്തെ റെഗുലർ മിറർ ബ്ലൂ ലൈറ്റായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 3 ബീമായിട്ട് കിട്ടും. ഏതൊക്കെയാണ്? റെഡും ഗ്രീനും ബ്ലൂ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡൈക്രോയിക് മിററാണ് യൂസ് ചെയ്തത്. ഇനി ഈ 3 ഹ്യൂസ്, അതായത് റെഡും ഗ്രീനും ബ്ലൂ ലൈറ്റുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ഇതിനെ എന്താ ചെയ്യുന്നത്? ഈ ഓരോ ബീമിനെയും നമ്മൾ LCD ഡിസ്പ്ലേ കൂടെ പാസ് ചെയ്യുക ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് LCD ഡിസ്പ്ലേ കൂടെ പാസ് ചെയ്യും. നമ്മുടെ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റെഡ് ചെന്ന് തട്ടുന്നത് ഒരു LCD സ്ക്രീനിലേക്കാണ്, അതുപോലെ ഗ്രീൻ ചെന്ന് തട്ടുന്നത് വേറെ LCD സ്ക്രീനിലേക്കാണ്, ബ്ലൂ ചെന്ന് തട്ടുന്നതും ഒരു LCD സ്ക്രീനിലേക്കാണ്. അപ്പം 3 LCD സ്ക്രീനാണ് അവിടെ ഉള്ളത്. ഈ റെഡിനും ഗ്രീനിനും ബ്ലൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള LCD സ്ക്രീനാണ് അവിടെ ഉള്ളത്. ഇനി LCD പിക്സൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു LCD ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് LCD പിക്സൽസ് ആണ്, ടൈനി പിക്സൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് LCD പിക്സൽ വെച്ചിട്ടാണ് ഒരു LCD ഡിസ്പ്ലേ ഉണ്ടാക്കിയേക്കുന്നത്. LCD പിക്സലിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. LCD പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കളർലെസ് പിക്സലാണ്. ഇറ്റ്സ് എ ടൈനി കളർലെസ് പിക്സലാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക് കറണ്ട് അനുസരിച്ച്, അതായത് അതിനെ ട്രിഗർ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് അനുസരിച്ച് ഒന്നെങ്കിൽ അത് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും, ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്തൂടെ പാസ് ചെയ്യാൻ സമ്മതിക്കും. അപ്പം LCD പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താ? LCD പിക്സൽ എന്ന് പറയുന്നത് ഒരു ടൈനി കളർലെസ് പിക്സലാണ്. നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക് കറണ്ടിനനുസരിച്ച് അതിലൂടെ വരുന്ന ലൈറ്റിനെ ഒന്നെങ്കിൽ അത് പാസ് ചെയ്ത് വിടും, അല്ലെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. സോ ഇവിടെ ഈ LCD പിക്സൽ വെച്ച് 3 LCD സ്ക്രീനാണ് ഉള്ളത്. ഈ ഓരോ 3 സ്ക്രീൻ, അതായത് തൗസൻഡ്സ് ഓഫ് പിക്സൽ വെച്ചിട്ടുള്ള ഒരു സ്ക്രീന്, ആ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സിഗ്നലിനനുസരിച്ച് അതിൽ കൂടെ റെഡ് ലൈറ്റ് പാസ് ചെയ്യുമ്പം
അതായത് റെഡ് ടിൻറ്റിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. തൊട്ടപ്പുറത്ത് ഗ്രീൻ ടിൻറ്റിലുള്ള ഇമേജും ബ്ലൂ ടിൻറ്റിലുള്ള ഇമേജും, നമുക്ക് 3 ഇമേജ് അവിടെ കിട്ടുന്നത്. ഏതൊക്കെയാണ്? റെഡ് ടിൻറ്റിലുള്ള ഇമേജ് കിട്ടും, ബ്ലൂ ടിൻറ്റിലുള്ള ഇമേജ് കിട്ടും, അതുപോലെ ഗ്രീൻ ടിൻറ്റിലുള്ള ഇമേജും കിട്ടും. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഈ മൂന്നിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി LCD ഡിസ്പ്ലേ കൂടെ വരുന്ന ആ ലൈറ്റിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഒരു ഡൈക്രോയിക് പ്രിസത്തിലേക്ക് കൊടുക്കും. ഡൈക്രോയിക് പ്രിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 4 ട്രയാങ്കുലർ പ്രിസം വെച്ച് കമ്പൈൻ ചെയ്തേക്കുന്നതാണ് ഡൈക്രോയിക് പ്രിസം. ഈ ഡൈക്രോയിക് പ്രിസം എന്താ ചെയ്യുന്നത്? ഈ 3 കളേഴ്സിൽ നിന്നും കൂടെ വരുന്ന ലൈറ്റിനെ, ശരിക്കും 3 ടിൻറ്റുള്ള ഈ ലൈറ്റിനെ അത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ഇമേജ് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇമേജിനെ നമ്മൾ പ്രൊജക്ടർ ലെൻസിലൂടെ കടത്തി വിട്ടിട്ട് ഒരു ബിഗ് സ്ക്രീനിലേക്ക് പതിപ്പിക്കുക ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. ഈ ഹൈ ഇൻറ്റൻസിറ്റി വൈറ്റ് ലൈറ്റിനെ നമ്മൾ ഡൈക്രോയിക് പ്രിസം വെച്ച് 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? റെഡും ഗ്രീനും ബ്ലൂ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ റെഡും ഗ്രീനും ബ്ലൂവും എന്ത് ചെയ്യും? ഓരോ LCD ഡിസ്പ്ലേ കൂടെ ആണ് പാസ് ചെയ്യുന്നത്. അതായത് റെഡ് LCD ഡിസ്പ്ലേ, ഗ്രീൻ LCD ഡിസ്പ്ലേ, ബ്ലൂ LCD ഡിസ്പ്ലേ. അപ്പം ഇതിന് 3നും വേണ്ടിയുള്ള LCD ഡിസ്പ്ലേ കൂടെ പാസ് ചെയ്യും. ഇനി എന്താ LCD ഡിസ്പ്ലേ? LCD ഡിസ്പ്ലേ എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് ടൈനി പിക്സൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LCD പിക്സൽ വെച്ചിട്ട്. ഒരു LCD പിക്സൽ എന്ന് പറയുന്നത് കളർലെസ് ആണ്, ടൈനി കളർലെസ് പിക്സലാണ് ഇതിൻ്റെ പ്രത്യേകത. അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ അനുസരിച്ച് വരുന്ന ലൈറ്റിനെ അതൊന്നെങ്കിൽ പാസ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ തൗസൻഡ്സ് ഓഫ് പിക്സൽ ചേർന്നുള്ള ഡിസ്പ്ലേ എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് അതിലേക്ക് വരുന്ന ലൈറ്റിനെ പാസ് ചെയ്യുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടും അപ്പുറത്തെ സൈഡിൽ. അങ്ങനെ നമുക്ക് 3 ഇമേജസ് കിട്ടും. റെഡ് ടിൻറ്റുള്ളൊരു ഇമേജ്, സെയിം ഇമേജിൻ്റെ തന്നെ ബ്ലൂ ടിൻറ്റ്, അതുപോലെ ഗ്രീൻ ടിൻറ്റ്. ഈ 3 എണ്ണത്തിനെ നമ്മൾ ഒരു ഡൈക്രോയിക് പ്രിസം വെച്ച് കമ്പൈൻ ചെയ്യും. ഡൈക്രോയിക് പ്രിസം എന്ന് പറഞ്ഞാൽ 4 റെക്റ്റാങ്കുലർ പ്രിസം കമ്പൈൻ ചെയ്തുണ്ടാക്കിയേക്കുന്നതാണ് ഡൈക്രോയിക് പ്രിസം. ഈ ഡൈക്രോയിക് പ്രിസം ഈ 3 ലൈറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫൈനൽ ഇമേജ് കിട്ടും. ഈ ഫൈനൽ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്ടർ ലെൻസിൽ കൂടെ കടത്തി വിട്ട് ഒരു ബിഗ് സ്ക്രീനിലേക്ക് പതിപ്പിക്കും. ഇങ്ങനെയാണ് LCD പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നത്. നോർമൽ നമ്മളുടെ DLP പ്രൊജക്ടറിനുള്ള ഒരു കുഴപ്പമാണ് റെയിൻബോ എഫക്റ്റ് കാണിക്കും. കളർ ഫ്ലാഷസ് വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പം റെയിൻബോ എഫക്റ്റ് കാണിക്കും. പക്ഷേ ഈ LCD പ്രൊജക്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അതൊരിക്കലും റെയിൻബോ എഫക്റ്റ് കാണിക്കില്ല. LCD പ്രൊജക്ടേഴ്സിന് റെയിൻബോ എഫക്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ LCD പ്രൊജക്ടറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് റെയിൻബോ എഫക്റ്റ് അല്ലെങ്കിൽ കളർ സെപ്പറേഷൻ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. അതുപോലെ ലോ കോസ്റ്റാണ്, വലിയ കോസ്റ്റ് വരുന്നില്ല, കോസ്റ്റ് ലോ ആണ്. പിന്നെ കളർ ബ്രൈറ്റ്നസ് നല്ലോണം തരും. LCD ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അത് ബെറ്റർ കളർ ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്നൊക്കെയാണ്, ബെറ്റർ കളർ ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യും, കോസ്റ്റ് കുറവാണ്, അതുപോലെ റെയിൻബോ എഫക്റ്റ് കാണിക്കത്തില്ല. ഇനി ഓരോ പ്രൈമറി കളേഴ്സിനും നമ്മൾ കണ്ടു, റെഡിനും ഗ്രീനിനും ബ്ലൂവിനും സെപ്പറേറ്റ് LCD പാനലാണ് അത് യൂസ് ചെയ്യുന്നത്. സോ കളർ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. ഈ LCD പാനൽസ് ടൈം കഴിയും തോറും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അതിൻ്റെ ഒരു കുഴപ്പമാണ്. അതുപോലെ അതിനകത്ത് ഡസ്റ്റ് വന്ന് അക്യൂമുലേറ്റ്, അതിൻ്റെ പാനലിൽ ഡസ്റ്റ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ടൈം കഴിയും തോറും ഡീഗ്രേഡ് ചെയ്യും എന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. വേറൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DLP പ്രൊജക്ടറിൻ്റെ അത്രയും ഒരു ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ നമുക്ക് LCD പ്രൊജക്ടറിന് കിട്ടത്തില്ല. DLP പ്രൊജക്ടറിൻ്റെ അത്രയും ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ ആർക്ക് കിട്ടത്തില്ല? LCD പ്രൊജക്ടറിന് കിട്ടത്തില്ല. ടൈം കഴിയും തോറും അത് ഡീഗ്രേഡ് ചെയ്ത് പോവുകയും ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് LED പ്രൊജക്ടർ നോക്കാം. താങ്ക്